അളിയ സേഫ് ആണല്ലോ അല്ലേ? പിന്നെ അല്ലാതെ. നീ വാങ്ങിച്ചോളിയാ. വലിയ കളിയാ. ആ പരസ്യമായിട്ട് ചെയ്താ ഒരു ക്രൈമും ക്രൈമല്ല. ദേ ഇപ്പൊ ആരെങ്കിലും കണ്ട എന്താ പറയാ? ജയപാലിന്റെ മോൻ അവിടെ നിന്ന് സീർട്ട് വലിക്കുന്നു. അതിനിപ്പോ ആർക്കാ കുഴപ്പം? ഒരു 500 രൂപ പെറ്റടിക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ. എടാ എന്നാ പിന്നെ മറ്റേ കേസ് നീ പരസ്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ അതും ക്രൈം ആവുമായിരുന്നു. ഏത് കേസ്? യമുനെ നമ്മൾ തട്ടിക്കൊണ്ടു പോയതേ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കാസിനോയ്ക്ക് അല്പം ക്ഷീണം ഉണ്ടാക്കിയ കേസ് തന്നെയാണ് അത്. കാര്യങ്ങളൊക്കെ കോളേജ് മുഴുവൻ അറിഞ്ഞു. എന്തായാലും യമുന ചെയ്തത് ക്രൈമല്ല. പോലീസുകാരടക്കമുള്ളവർ നോക്കി നിൽക്കുമ്പോൾ പരസ്യമായിട്ടല്ലേ ആ വളിവൻ്റെ ചെവിക്കുറ്റി അടിച്ച് പൊളിച്ചത്. നീക്ക് എന്താ പറഞ്ഞേ? അവൾ എനിക്ക് ക്ഷീണം ഉണ്ടാക്കിയാണ്. അതെ, ക്ഷീണം ശരിക്കും ആർക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. വാടാ. ചേച്ചി ബസ് സ്റ്റോപ്പിലോട്ടൊന്നും വരണമെന്നില്ല. എന്നെ കുറുക്കനൊന്നും പിടിച്ചോണ്ട് പോവില്ലല്ലോ. ഇനി എങ്ങനെ പിടിച്ചോണ്ട് പോയാലോ? അതിനല്ലേ കരാട്ടെ. പഠിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതുവരെ ഞാൻ കൂടെ വരാം. അമ്മ കരാട്ടെ ക്ലാസ്സിന് ചേരാനുള്ള കാശ് തന്നില്ലേ? തന്നു. അപ്പൊ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയ സ്ഥിതിക്ക് ഇനി ഉഷാറായിട്ട് പഠിച്ചോണം. കരാട്ടയും വ്ലോഗും ഒക്കെ മാത്രം പോരാ, എക്സാമിന് നല്ല മാർക്കും വേണം. അതൊക്കെ ഞാൻ പൊളിക്കില്ലേ. പിന്നെ ചേച്ചി ചേച്ചി എന്താടി? ചെറിയൊരു അപ്പീലും കൂടി ഉണ്ട്. പറഞ്ഞോ. സ്കൂളിൽ നിന്ന് അടുത്ത മാസം ട്രിവാൻഡ്രത്തോട്ടൊരു ടൂറ് പോകുന്നുണ്ട്. അതിനുള്ള ഫണ്ടും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തരണം. അമ്മേനോട് പറഞ്ഞ എന്തായാലും സാങ്ഷൻ കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാ. അല്ല, തിരുവനന്തപുരത്ത് എന്താ ഇത്ര കാണാനുള്ളത്? അവിടെ സൂ ഉണ്ട്, മ്യൂസിയം ഉണ്ട്, കടലുണ്ട്, എയർപോർട്ട് ഉണ്ട്, വിഴിഞ്ഞത്ത് പോയ കപ്പലും കാണാം. ആഹാ. സിറ്റിയിലല്ലേ ചേച്ചി എല്ലാം ഉള്ളത്. അവിടെയുള്ള കുട്ടികൾ എത്ര ലക്കിയാ. ലീവുള്ള ദിവസം അവർക്ക് പാർക്കിലും ബീച്ചിലും ഒക്കെ പോകാം. പിന്നെ സിറ്റിയിലുള്ള കുട്ടികളെ എയ്റോപ്ലെയിനിൽ സ്കൂളിൽ പോയിട്ട് കപ്പലിലാണോ തിരിച്ച് വീട്ടിൽ വരുന്നത്? അനീഷ മിസ്. ഗുഡ് മോർണിംഗ് മിസ്സേ. വെരി ഗുഡ് മോർണിംഗ്. എടി, മിസ്സിന്റെ സാരി ചീത്താക്കല്ലേ? അതൊന്നും സാരമില്ല, ഇവള് ഞങ്ങളുടെ സ്വന്തം കാന്താരിയല്ലേ. ഒന്ന് പറഞ്ഞു കൊടുക്കണം മിസ്സേ, വീട്ടിലുള്ളവർക്ക് എന്റെ വില അറിയില്ല. ഒന്ന് നോക്കിക്കോണേ മിസ്സേ, ഈടായിട്ട് കരാട്ടയിലും ടൂറിലും ഒക്കെയാ കോൺസെൻട്രേഷൻ എന്ന് കരുതി നീളക്കുട്ടി പഠിത്തമൊന്നും ഉഴപ്പാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പല്ലേ. കരാട്ടെ ക്ലാസ്സിന് ചേരാൻ പറഞ്ഞത് ഞാനാ. പത്രവും ടി വി ഒക്കെ നോക്കിയാ എന്തൊക്കെ വാർത്തകളാ. പെൺകുട്ടികൾ ഡിഫൻസിനായെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ശരിയാ മിസ്സേ. എന്നാ കാവേരി പൊക്കോ, ജീപ്പ് വരുമ്പോ ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം. എങ്കിൽ ശരി, പോട്ടെ മോളെ. ചേച്ചി, ടൂറിന്റെ കാര്യം അമ്മയുടെ അടുത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ഞാൻ നടത്തുന്നുണ്ട്. അത് പക്ഷെ മിഡ് ടേം എക്സാമിന്റെ നിന്റെ പെർഫോമൻസ് കൂടി അനുസരിച്ചിരിക്കും. അതിനൊന്നും ടെൻഷൻ വേണ്ട. ഫസ്റ്റ് റാങ്ക് അവൾ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. ബൈ. ഹേയ് ഹേ ഡാർലിംഗ്. കാവേരി ചേച്ചി, ഒരു മിനിറ്റ്.
എന്താ മോളെ? ഒരു കാര്യം പറയട്ടെ. ആ താങ്ക്സ് ചേച്ചി. എന്തിന്? കരാട്ട ക്ലാസിന്റെ കാര്യത്തിന് നല്ല കട്ടക്ക് കൂടെ തന്നേന്, പിന്നെ ടൂറിന്റെ കാര്യത്തിന് സപ്പോർട്ട് ചെയ്തേന്. എപ്പോൾ എന്റെ ചേച്ചി ആയതിന്. ശരി ശരി ശരി, വര വച്ചിരിക്കുന്നു. ബൈ ചേച്ചി. ബൈ. ബൈ. യമുനേ! അളിയാ ഡാ കൊച്ചു പേടിച്ചെന്ന് തോന്നുന്നു. പേടിയോ ഇവൾക്കോ? അങ്ങനെയാണെങ്കിലേ അങ്ങ് മാർത്താണ്ടത്ത് വെച്ച് വേണമായിരുന്നു ഇവൾക്ക് പേടി. യമുനേ, നമ്മളുള്ളതാണ് പ്രശ്നമെങ്കിലേ നമ്മൾ മാറിത്തരാം. ഇല്ലടാ. ആ, ആ. ഏയ്, ഏയ്, പോലെ യമുനെ, ഞങ്ങൾ മാറിത്തരാം. അളിയ വണ്ടി അങ്ങോട്ട് ചേർക്ക്. എടാ സ്പീഡ് വിട്, പോട്ടെ. യമുന മോളെ ഒന്നുകൂടെ മാർത്താണ്ഡം പോയാലോ? യമുന, ഞങ്ങള് കൊണ്ടുപോവാ. നമുക്ക് മാർത്താണ്ഡം വരെ ഒന്ന് പോരാം. നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. യമുന മോളെ, താനെന്തിനോട് പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ. നിങ്ങളൊരു സിനിമയ്ക്കൊക്കെ പോയിട്ട് വാ, ഞങ്ങൾ ആരോടും പറയുന്നില്ല. എടാ വിശാലേ, കൊണ്ടുപോണേ അവളെ. സംസാരിക്കില്ല. എടാ മോളെ, താനെന്തിനാ പേടിക്കുന്നേ? പേടിച്ചു നിർത്ത്, പോയോ? നിർത്ത്. വണ്ടി വിടും പോ. എന്താടാ വിശാലെ, ഒരു റോഡ് ഷോ? അതിനെന്തപ്പോ കുഴപ്പം? നിവിനേട്ടൻ ചേണ്ട പാട്ടിന് പോയേ? ഞാൻ എന്റെ പാട്ടിന് പോണം. സൈലൻസർ എടുത്ത് മാറ്റി നിന്റെ ബൈക്കിന്റെ ശബ്ദമേ 6 പഞ്ചായത്തിനപ്പുറം നിന്നാലേ കേൾക്കാം. അതും പോരാഞ്ഞു, നീ ഈ പെൺകൊച്ചിന്റെ സ്കൂട്ടിയിൽ കാല് വെച്ചേ വരത്തുള്ളൂ. എന്തോന്ന് ന്യായോടെ അത്? നിവിനേട്ടൻ ഇപ്പൊ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചേ? ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അപ്പോഴേ എവിടുന്നോ ചാടി വീഴുവാണല്ലോ. അല്ല, നിവിനേട്ടന്റെ ആരാ ഇവള്? ഒരെണ്ണങ്ങ് വെച്ചെന്നുണ്ടല്ലോ, നീ താങ്ങില്ല. ഇളകിക്കിടക്കുന്ന നട്ടും ബോൾട്ടും ഒക്കെ ഒരു വിധത്തിൽ ശരിയാക്കിയതല്ലേ ഉള്ളൂ നിന്റെ അച്ഛൻ. ഇനി നാട്ടുകാരുടെ കൈക്ക് പണി ഉണ്ടാക്കിയിട്ട് എന്തിനാടാ മെഡിക്കൽ ഷോപ്പിലും വർഗീസ് വൈദ്യനൊക്കെ കൊണ്ടുപോയി കാശ് കൊടുക്കുന്ന? പിന്നെ ഇവൾ എനിക്ക് ആരാണെന്നുള്ളതൊക്കെ ഇവക്കറിയാം. അതെ, നിന്റെ അടുത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായ? നിവിനേട്ട എന്റെ കസിനാ. എന്റെ ഒപ്പം നിവിനേട്ടൻ നിൽക്കേണ്ടത്.
നിന്റെ കൂടെ എന്തിനാടാ ഞാൻ നിൽക്കുന്നത്? അല്ല, പെണ്ണുങ്ങളെ പറഞ്ഞു മയക്കിയിട്ട് എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാനോ? അവിടെ ഇട്ട് അവരെ ഉപദ്രവിച്ചിട്ട് നീ ഒരു വലിയ സംഭവമാണെന്ന് ബോധ്യപ്പെടുത്താനോ? അതോ ഇതേപോലെ റോഡിൽ കൂടി മര്യാദയ്ക്ക് പോകുന്ന പെൺപിള്ളേരെ പേടിപ്പിച്ച് വീരനായകനാവാനോ? ആദ്യം നീ ആണുങ്ങൾക്ക് ചേർന്ന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് കാണിക്കേ. അത് കഴിഞ്ഞ് ഞാൻ ആലോചിക്കാം നിന്റെ കൂടെ നിൽക്കണോന്ന്. പെണ്ണുങ്ങൾ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവനല്ലടാണ്, അവരെ ആശ്വസിപ്പിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നവരാ. ഇതുകൊണ്ടൊക്കെ ആരെയും ശ്രദ്ധിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ദേ, നിന്റെ അച്ഛനെ പോലെ നിന്നെ എല്ലാവരും വെറുക്കും. ഇനി ഈ കുട്ടിയുടെ പിന്നാലെ നിന്റെ നിഴലെങ്കിലും കണ്ട അറിയാലോ നിനക്കെന്നെ. നിന്റെ ബൈക്കിൽ വലിഞ്ഞു കയറാനുള്ള ആരോഗ്യം കൂടി ബാക്കി വെക്കില്ല ഞാൻ. എടുത്തോണ്ട് പോടാ നിന്റെ പാട്ട വണ്ടി. യമുന, ഓക്കെ അല്ലേ? നിങ്ങൾ കോളേജിൽ ഒരു ക്ലാസ്സിലല്ലേ? അവനെ കൊണ്ട് എപ്പോഴും ഉണ്ടോ ഈ ശല്യം? അന്നത്തെ സംഭവത്തിന് ശേഷം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നതാ ഇപ്പോഴാ. അല്ല, എന്റെ നമ്പർ ഉണ്ടായിരുന്നില്ലേ? അവന്മാര് പിന്നാലെ വന്നപ്പോഴേ വിളിക്കായിരുന്നില്ലേ? അപ്പോഴത്തെ ടെൻഷനില് ഞാൻ ഓർത്തില്ല ഇവനേട്ടാ. ഇതൊക്കെ ഓർക്കണം. ദേ, ഇനി എന്തേലും പ്രശ്നം ഉണ്ടായാ എന്നെ വിളിച്ചാൽ മതി, എവിടെ വെച്ചാണേലും. അല്ല, എന്നും ബസ്സിലാണല്ലോ കോളേജിൽ പോകുന്നത്, ഇന്നെന്താ സ്കൂട്ടറില്? എന്നും കാവേരി ചേച്ചി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടുന്നേ. ഇന്നിപ്പോ ചേച്ചി എഴുന്നേക്കാൻ താമസിച്ചോണ്ടാ ഞാനിങ്ങ് പോകുന്നത്. എന്തുപറ്റി കാവേരിക്ക്? എന്തേലും വയ്യായികയാ? ഇന്നലെ ഉറങ്ങാൻ താമസിച്ചതുകൊണ്ടാ. എങ്കിൽ ശരി. എങ്കിൽ ശരി. അല്ല, യമുന കുറെ പേടിക്കുകയും ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്തില്ലേ? അതുകൊണ്ട് ഇനിയിപ്പോ വണ്ടി എടുക്കണ്ട, ഞാൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം. അല്ല, അപ്പന്റെ വണ്ടി? വണ്ടിയൊക്കെ ഞാൻ എത്തിച്ചോളാം. യമുന വാ.
യമുന, എന്തു പറ്റി? ഉറങ്ങിപ്പോയോ? ദേ കോളേജ് എത്തി. ഇത്ര പെട്ടെന്നോ? എന്നറിയിക്കോ. അപ്പൊ ശരി. നിങ്ങളുടെ ഒരു മിനിറ്റ്. ഇന്ന് ഞങ്ങളുടെ കോളേജ് ഡേയാ. ഓ, എനിക്ക് ഒരു മൊമെന്റോ ഒക്കെ കിട്ടും. ഈ വർഷം ഞാനാ കലാതിലകം. ആഹാ, റിയലി? കൺഗ്രാറ്റ്സ് യമുന. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്. പറഞ്ഞ എന്നെ കളിയാക്കില്ലല്ലോ അല്ലേ? ഹേയ് ഇല്ല, താൻ ധൈര്യമായിട്ട് പറഞ്ഞു. അത് എൻ്റെ ഒരു പോയം റെസിറ്റേഷൻ ഉണ്ട് ഫംഗ്ഷന്. സ്പെഷ്യൽ പ്രോഗ്രാമാ. ആ, അടിപൊളി. ഇയാൾ മൊത്തത്തിലങ്ങ് സ്കോർ ചെയ്യാണല്ലോ. താങ്ക്സ്. അല്ല, എന്റെ കവിത ഏതാന്ന് ചോദിച്ചില്ലല്ലോ നിവിനേട്ടൻ. അല്ല, ഏതാ കവിത? സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല. വൃന്ദാവനത്തിൽ തന്നെ ഒറ്റയ്ക്കാക്കി മധുരയ്ക്ക് പോകുന്ന കൃഷ്ണനോട് രാധ പറയാതെ പറയുന്ന വിരഹ ദുഃഖം. ഈ നിവിനേട്ടൻ എന്താ ഇങ്ങനെ? എങ്ങനെ? എല്ലാം അങ്ങോട്ട് ചോദിച്ചു പറയിപ്പിക്കണം. അത് എനിക്ക് ഈ കവിതയിലൊന്നും അത്ര പിടിയില്ല, അതുകൊണ്ടാ. എനിക്കും കവിതയൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. ഇതെന്തുകൊണ്ടോ മനസ്സിൽ കയറി ഉടക്കി. പറയാത്ത പ്രണയത്തിന്റെ നൊമ്പരം. അല്ല, പ്രോഗ്രാമൊക്കെ ഉള്ളതല്ലേ, ഇവന് ചെല്ലേ. അല്ല, നിവിനേട്ടൻ വരുന്നുണ്ടോ? എവിടെ? പ്രോഗ്രാം കാണാൻ. അതിന് പുറത്തുള്ളവർക്ക് കോളേജിലേക്ക് എൻട്രി ഉണ്ടോ? അല്ല, പ്രോഗ്രാമൊക്കെ ഉള്ളതല്ലേ, ഇവന് ചെല്ലേ. അല്ല, നിവിനേട്ടൻ വരുന്നുണ്ടോ? എവിടെ? പ്രോഗ്രാം കാണാൻ. അതിന് പുറത്തുള്ളവർക്ക് കോളേജിലേക്ക് എൻട്രി ഉണ്ടോ? അതിന് നിവിനേട്ടൻ ഔട്ട്സൈഡർ ഒന്നും അല്ലല്ലോ, എന്റെ ഗാർഡിയനല്ലേ. ബഹുമതി വരവ് വെച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പൊ സമയമില്ല, പിന്നൊരിക്കലാ. നിവിനേട്ടാ, ഞാൻ ഈ സാരി എങ്ങനെയുണ്ട് നിവിനേട്ടാ? ഞാൻ ആദ്യം കണ്ടപ്പോഴതാ ശ്രദ്ധിച്ചത്. ഇഷ്ടപ്പെട്ടോ? എന്നിട്ടെന്താ ഇതുവരെ ഒന്നും പറയാതിരുന്ന? കൈമാറുന്നത് ഹൃദയാവുമ്പോ അത് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളതല്ല. കാത്തു സൂക്ഷിക്കണം, കണ്ണിലെ കൃഷ്ണമണി പോലെ. പോട്ടെ. തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി, മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി, തേനൂറുമാവാക്കു നിൻ കാതിലായി ചൊല്ലാം ഞാൻ. തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി, മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി, തേനൂറുമാവാക്കു നിൻ കാതിലായി ചൊല്ലാം ഞാൻ. രാഖിനാവിൻ തീരങ്ങളിൽ എന്നെന്നോ വന്നു നീ, കാത്തിരുന്നു ജന്മങ്ങളായി നിന്നെ ഞാൻ. തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി, മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി, തേനൂറുമാവാക്കു നിൻ കാതിലായി ചൊല്ലാം.
കാതോർക്കേ യമുനെ. ഡി യമുനെ, എന്ത് പറ്റി നിനക്ക്? യമുനയ്ക്ക് എന്തോ ഒരു അപകടം വരുമെന്ന് എനിക്ക് സിക്സ് സെൻസ് പോലെ തോന്നി. അപ്പോ നിവിൻ രാവിലെ യമുനെ ഫോളോ ചെയ്ത് വരായിരുന്നോ? അത് ഗംഗ പറഞ്ഞ സത്യം. രാഗിണി എന്നെ കെട്ടിപ്പിടിച്ച് ബൈക്കിൽ യാത്ര ചെയ്തത്. ഞാനും രാഗിണിയായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചിരിക്കുക. നീ നിന്റെ ഒലത്തിയ പ്രേമത്തിന്റെ കഥയും പറഞ്ഞ് കാവേരിയുടെ പിന്നാലെങ്ങാനും പോയാലുണ്ടല്ലോ, നിന്നെ കൊല്ലാനും പഠിക്കില്ല ഞാൻ.